ഹായ് നിഷിബ, സോറി എൻ്റെ ഫോൺ ചൂടായിട്ട് ഓഫായി പോയി, അതാ ലൈവ് കട്ടായി പോയത്. സമയവും ഒരുപാട് വൈകി. എല്ലാ ദിവസവും നെറ്റായിരുന്നു ഇഷ്യൂ, ഇന്ന് ഫോൺ ഇഷ്യൂ ആയി. എൻ്റെ വേറെ ഫോണിലുണ്ട്, പക്ഷെ എന്താ പറയുക, അതിൽ വൈഫൈ മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ലൈവ് ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നിൽക്കേണ്ടി വരും. നീനു രഞ്ജിത്ത് വരൂ. നീനു രഞ്ജിത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈവില്. ജൽജ നാരായണൻ ഹായ്. എൻ്റെ ലൈവ് കട്ടായിരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചില്ല, വെള്ളത്തിലിട്ടാലോ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഈ ഇഷ്യൂ എനിക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ഫോൺ ചൂടായിട്ട് ഓഫ് ആവുന്നത്. ആൻഡ്രോയിഡിലാണെങ്കിൽ കുഴപ്പത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഫോൺ യൂസ് ചെയ്യാതിരുന്നതായിരുന്നു, പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. ഞാൻ മിക്കവാറും ഓഫീസിലായിരുന്നു. അപ്പൊ ടീച്ചറെല്ലാം തോന്നുന്നു. ഫോണിന് വരെ അഹങ്കാരം, എന്തൊരു അഹങ്കാരം. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നോണ്ടല്ലോ. iPhone 14 ആണ് ജീസ്. ഇതിന് ചൂടിന്റെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഫോൺ ഓഫായി പോകുന്നത് എനിക്ക് ആദ്യമായിട്ടാണ്. 2-3 മണിക്കൂറൊക്കെ സിനിമ കാണുന്നതും വീഡിയോ പ്ലേ ചെയ്യുന്നതൊക്കെ ആണ്, പക്ഷെ ഓഫ് ആവാറൊന്നുമില്ല, ചൂടാവാറുണ്ടായിരുന്നില്ല. ഇത് തന്നെ ആദ്യമായിട്ടാണ്. മീൻസ് എനിക്ക് തോന്നുന്നു ക്യാമറ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ സംഭവിക്കും. പക്ഷേ അതിനു മുമ്പ് 2 ചൂടാറിയും തോന്നുന്നു. ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പുള്ള ലൈവിലൊന്നും പക്ഷെ ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഭാഗ്യം, വാങ്ങണ്ടല്ലോ. വാങ്ങണ്ട, ചൂടിന്റെ ഇഷ്യൂ ഉണ്ട്, ബാറ്ററി ചൂടാവുന്നുണ്ട്. ആൻഡ്രോയിഡ് ആയതുകൊണ്ടാണ് ഇത്ര ചൂട്. ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് അല്ല പവിത്ര, ഇത് iPhone ആണ്. ഞാൻ കുറേ കാലം കാത്തിരുന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. ബാക്കിയല്ല ഓക്കെ, പക്ഷെ ചൂടാവുന്ന പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും പറയും. ഇപ്പോ 5-6 പേരായി. ഷൈബി ഹായ്. സമയം വൈകിയോണ്ട് ഞാൻ ചോദിക്കല്ലേ. പെൻഡ്രോയിഡ് ഓണായി വരാൻ താമസിക്കും. അതെന്താ? എത്തിയില്ലേക്കാ, സോറിട്ടാ. ഫോൺ ഓഫായി പോയി. ഫോൺ ഓഫായി പോയിട്ട് എനിക്ക് ഫോൺ ഓഫായി എന്ന് പറയാൻ പറ്റണ്ടേ. എൻ്റെ വേറൊരു ഫോണിലാണെങ്കിൽ സിമ്മില്ല, വൈഫൈയിൽ മാത്രമേ ഞാൻ സിനിമ കാണുന്നത്. അപ്പൊ അതുവഴി ഞാൻ പവിത്രയെ വിളിക്കാൻ നോക്കിയപ്പോൾ പവിത്രയുടെ ഫോണും ഓഫാണ്. iPhone മുതലാളിയാണല്ലോ, ചില വേർഷനിൽ ഇഷ്യൂസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് റിക്വസ്റ്റ് കൊടുക്കണം. പക്ഷെ ഈ സ്ഥലത്ത് നിന്ന് റീപ്ലേസ്മെന്റ് റിക്വസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥലത്തിന് ആകെ എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മേക്കപ്പ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം ആണുങ്ങൾ എടുക്കുന്നതൊക്കെ ചില പരാതികൾ കേൾക്കുന്നുണ്ട്. എന്തായാലും പെണ്ണുങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചോദ്യം പെണ്ണുങ്ങളെ കുറിച്ചാവാം. ഇപ്പോൾ പാർലമെന്റിലും നിയമസഭയിലൊക്കെ പെണ്ണുങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്ന് പറയുന്നല്ലേ. അതായത് ആക്ച്വലി ആണുങ്ങളാണല്ലോ എല്ലായിടത്തും ആധിപത്യം ഉള്ളത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് സംവരണം കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. പക്ഷെ ഇന്ത്യയിൽ ഒരു തൊഴിൽ മേഖലയുണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടനയുണ്ട്, അതിൽ 100% ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ്. 100% ജോലിയും സ്ത്രീകളാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു സംഘടനയിൽ 100% സ്ത്രീകളാണ്.
അത് ഏത് മേഖല എന്ന് പറയണം. ഇന്ന് അതിനെക്കുറിച്ച് ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അതിലെ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് എനിക്ക് അയച്ചു തന്നിരുന്നു, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി. 100% സ്ത്രീകൾ ജോലി ചെയ്യുന്ന 100% സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖല ഒരു സംഘടനയാണ്. അതിൽ എല്ലാവരും സ്ത്രീകൾ മാത്രമാണ്. ആണുങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അത് ജീസിനുള്ള മറുപടിയാണോ? എന്റെയൊക്കെ അവസ്ഥ വെച്ചപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കോൾഡ് ക്രീം യൂസ് ചെയ്യാറുണ്ടായിരുന്നു, അതല്ലാണ്ട് മുടി പോലും ചെയ്യാറില്ല. പക്ഷേ മേക്കപ്പിനൊക്കെ ഒരുപാട് പൈസ ചെലവാക്കുന്ന ആളുകളുണ്ട്, എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. 100% സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇല്ല കുടുംബശ്രീയുടെ ഓഫീസ് ഇതൊക്കെ ആയിട്ട് ഇത് കേരളമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. ഇനി ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഈ 100% ജോലി ചെയ്യുന്ന സ്ത്രീകളും നഴ്സിംഗ് ആണ് ചെയ്യുന്നത്. കുടുംബശ്രീയിൽ സംവരണം ഇല്ലല്ലോ. ഇത് 100% സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. ഇവിടെ സ്ത്രീകൾ മാത്രമുള്ളത് കുടുംബശ്രീയിലാണ്. കുടുംബശ്രീ അല്ല, കുടുംബശ്രീയിൽ പക്ഷെ സംവരണവുമില്ല. അജിത് രാജ് അമ്മത്തൊട്ടിൽ പറഞ്ഞു അല്ല. ഞാൻ പറഞ്ഞു, ക്ലൂ പറഞ്ഞു, ഇവരെല്ലാം ചെയ്യുന്നത് നഴ്സിംഗ് ആണ്. എല്ലാവരും അംഗൻവാടിയൊക്കെ പറയുന്നുണ്ട്. അമ്മത്തൊട്ടിൽ പറഞ്ഞു, അജിത്ത്, രമ്യ ഭാരതി അംഗൻവാടി, വിനീത അംഗൻവാടി. ഞാൻ പറഞ്ഞു നഴ്സിംഗ് ആണ് ഇവർ ചെയ്യുന്ന ജോലി. സ്ത്രീകളെ മാത്രമേ എടുക്കാറുള്ളൂ ജോലിക്ക്. പിന്നെ അവർ പോളിസി പരിഷ്കരിച്ച് ആണുങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ പറയും, ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുവരെ നടന്നിട്ടില്ല. രമ്യ ഭാരതി പ്രസവരക്ഷയിൽ ആണുങ്ങളുണ്ട്, മിഡ്വൈഫറി കോഴ്സ് ചെയ്യുന്ന ആണുങ്ങളുണ്ട്. പക്ഷെ അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെട്ടതല്ല. പവിത്ര ഉണ്ണി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മിലിറ്ററി നഴ്സിംഗ് സർവീസാണ് സ്ത്രീകൾക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള മേഖല. മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ ഇന്ന് എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്നിരുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പേയ്മെന്റ് കിട്ടുന്ന, അതായത് നഴ്സുമാർക്ക് ബാക്കി ഇത് ഓർഗനൈസേഷന് കിട്ടുന്നതിനേക്കാളും പേയ്മെന്റ് നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് മലയാളികളാണ്. മലയാളി നഴ്സുമാരാണ് അധികം ഉള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വളരെ കുറവാണ്. പവിത്രാവണ്ണി പറഞ്ഞു മിലിറ്ററി നഴ്സിംഗ് സർവീസ്. ഉത്തരം എന്നാ ലേബർ റൂമിലാകും. ലേബർ റൂമിൽ ഞാൻ പോയിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. രംസീന, ലേബർ റൂമിൽ ആണുങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ അധികം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ലേബർ റൂമിൽ ആണുങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ചായ മൂലം ബന്ധിക്കപ്പെട്ട 4 സ്ഥലങ്ങളെ പേര് പറയാം. അതിൽ ഓഡ് വൺ ഏതാണെന്ന് പറയണം. ഈ 4 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്നത് ചായ എന്നുള്ള ഘടകമാണ്. മൂന്നാർ, ഡാർജിലിംഗ്, നീലഗിരി, ആസാം. സ്റ്റേറ്റ് എന്നുള്ളതല്ല, സ്ഥലങ്ങൾ എന്നുള്ളതല്ല. ഇതിൽ ഓഡ് വൺ എന്താണ്, അതിന് കാരണം അറിയുന്നുണ്ടെങ്കിൽ അത് പറയാം. ചായ കൃഷി നടക്കുന്ന 4 സ്ഥലങ്ങളാണ് മൂന്നാർ, നീലഗിരി, ഡാർജിലിംഗ്, ആസാം. ഇതിൽ ഓഡ് വൺ എന്താണ് എന്ന് പറയാം. പോസ്റ്റ് മെറ്റേണൽ കെയറിൽ ആണുങ്ങൾ വർക്ക് ചെയ്യാറുണ്ട്. നീലഗിരി. നിഷിബ 1980 പറഞ്ഞത് മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ചാണോ?
ജി സ്കൈതാരം ഡാർജിലിംഗ്, നീനു രഞ്ജിത്ത് ഡാർജിലിംഗ്. ഒരു ക്ലൂ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഓഡ് വൺ എന്നത് ജോഗ്രഫിക്കലിയാണ്. ജോഗ്രഫിക്കലായ സ്ഥാനമാണ് എന്നാണ് ക്ലൂ. നിഷിബ ആസാം, ബാക്കിയെല്ലാം മലകളാണ്. ഷൈബി ആസാം. ഞാൻ പറഞ്ഞൊരു ക്ലൂ ആയിട്ട് പറഞ്ഞത് ജോഗ്രഫിക്കലി ആണ്. ജോസ് കണ്ടത്തിൽ വെൽക്കം. ജോസേട്ടൻ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു. ഇപ്പോഴും ഉത്തരം ആക്ച്വലി നിഷിബ പറഞ്ഞതാണ്. ആസാം സമതലമാണ്. ഓപ്ഷൻസ് അജിത്ത് കേട്ടില്ലേ? ഞാൻ ആക്ച്വലി പറഞ്ഞു മൂന്നാർ, ഡാർജിലിംഗ്, നീലഗിരി, ആസാം. ബാക്കിയെല്ലാം മലകളാണ്. ആസാം സമതലമാണ്. പോരാതെ ആസാമാണ് ഇന്ത്യയുടെ മൊത്തം ചായ ഉൽപാദനത്തിന്റെ 50% ആസാമിലാണ്. അടുത്തൊരു ചോദ്യം കണക്കാണ്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന അക്കം ഏതാണ്? 1 മുതൽ നീലഗിരി കുന്നുകളല്ലേ? നീലഗിരി കുന്നുകളാണ്. ഞാൻ മൂന്നാറും ഡാർജിലിംഗും ഹിൽ ഏരിയയാണ് റംസീന. അടുത്ത ചോദ്യം 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന അക്കം ഏതാണ്? ബബിത വരൂ. 1 മുതൽ 100 വരെയുള്ള സംഖ്യയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന അക്കം. നിഷിബ്, ബബിത 0, ഷൈബി 0, നിഷിബ 99, രമ്യ 1, ബബിത 1, നിഷിബ 9, ജിഷ 1. വീണ്ടും പോയി എന്ന് ആരോടാ പറഞ്ഞ്? റംസീന. നെറ്റ് പോകുന്നുണ്ടോ? എന്റെ ഇവിടെ ഇപ്പൊ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഉത്തരം 1 ആണ്. 1 21 തവണ ആവർത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ള അക്കങ്ങളെല്ലാം 20 തവണയാണ് ആവർത്തിക്കുന്നത്. 1 മുതൽ 100 വരെ. ഉത്തരം 1 ആണ്. രമ്യ ആദ്യം പറഞ്ഞു. രമ്യക്ക് 1 പോയിന്റ്. ഇതുവരെ ജീസിന് 2 പോയിന്റ്, ജിഷ 1 പോയിന്റ്, പവിത്ര 1 പോയിന്റ്, നിഷിബ 1 പോയിന്റ്, രമ്യ 1 പോയിന്റ്. ഒരു ജർമ്മൻ പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു വാചകം പറയാം. അടുത്ത ചോദ്യമാണ്. 0102 എന്ന് എഴുതിയാൽ 0. 0102 എന്ന് എഴുതണ്ട. The workers have nothing to lose but their chains. The workers have nothing to lose but their chains. ഏത് ജർമ്മൻ പ്രസിദ്ധീകരണത്തിൽ വന്നതാണ് ഈ വാചകം? എളുപ്പമായിരിക്കും ഉത്തരം. റംസീനൊക്കെ സിനിമ മാത്രം ചോദിക്കുന്നതുകൊണ്ട് തെറ്റിപ്പോകുന്നതുകൊണ്ട് GK ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. The workers have nothing to lose but their chains. ജർമ്മൻ ഞാൻ വളരെ ഈസി ക്ലൂ തന്നതാണ്. ഇത് മലയാളത്തിൽ പറയണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉത്തരം പറയുമായിരിക്കും. പക്ഷെ എന്നാലും ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. The workers have nothing to lose but their chain. അജിത് രാജ് അങ്ങനെ എഴുതണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുക റംസീന. ദീപാരാജൻ ഹായ്.
The workers have nothing to lose but their chains. ഹക്കീം ദീപ എല്ലാവരും വരൂ. ഈ ചോദ്യം കേട്ടില്ലേ? എൻ്റെ വീഡിയോ കട്ടാവുന്ന എങ്ങനെ ഉണ്ടോ? ഫോൺ ചൂടല്ല, ഭാഗ്യം. വീണ്ടും പോയോ? ഏത് പ്രസിദ്ധീകരണത്തിൽ എന്നാണ് എൻ്റെ ചോദ്യം. ഹിറ്റ്ലറിന്റെ ബുക്കാവാം രഞ്ജിത്ത്. അല്ല, ലേഖ കാൾമാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രസിദ്ധീകരണം പുസ്തകം ഏതാണ് എന്നാണ് ചോദ്യം. വേണ്ട നല്ല. പിന്നെ എന്റെ വീഡിയോ എല്ലാവരും കേൾക്കാത്തത് കൊണ്ടാണോ ഉത്തരവൊന്നും അധികം വരാത്തത്? അയ്യോ, ആരെഴുതിയെന്നല്ല എന്റെ ചോദ്യം. ജീസ് സോറി, ആരെഴുതിയെന്നല്ല ചോദ്യം. ഏത് പ്രസിദ്ധീകരണത്തിൽ വന്നതാണെന്നാണ് ചോദ്യം. ശ്രീദേവി തിലക് ഹായ്. വളരെ എളുപ്പമുള്ളതാണല്ലോ. ഞാൻ സിനിമയെ കുറിച്ച് ചോദ്യം ചോദിച്ച സമയത്ത് ഞാൻ ടഫാണെന്ന് വിചാരിച്ച് ഇട്ട ചോദ്യങ്ങളെല്ലാം ഈസി ആയിരുന്നു. എല്ലാവരും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഈസിയാണെന്ന് വിചാരിച്ച് ഇട്ട ചോദ്യം വളരെ പതുക്കെയാണ്. തൊയ്ബ് ഹായ്. അജിത് രാജ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇത്രയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. ദാസ് ക്യാപിറ്റൽ പറഞ്ഞു ലേഖ. ഇത് വളരെ എളുപ്പല്ലേ? മനുഷ്യൻ ചങ്ങലകളിൽ സ്വതന്ത്രനായി ജനിക്കുന്നു എന്നുള്ളത് കൺഫ്യൂസ് ചെയ്തോ ആരെങ്കിലും? നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ചങ്ങലകൾ മാത്രം. വളരെ ഈസി അല്ലായിരുന്നു ഇത്. ഓയ് വളരെ നേരത്തെ. ഇപ്പൊ നേരത്തെ ആണെന്ന് വെച്ചാൽ ആക്ച്വലി വീഡിയോ 2 തവണ കട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നേരത്തെ ആണെന്ന് പറയാം. ഞാന് ചോദ്യങ്ങള് സിമ്പിൾ ആക്കി തരാം. ഇന്നൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ലേശല്ലേ, സോറി. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ മാർക്ക്ഡ് ഇൻ ടോംബ് പുസ്തകമാണോ? സോറി, എനിക്കറിയില്ല. റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ സിമ്പിൾ ആക്കിക്കോളാം. അയ്യോ, ഈസിയാണ് വൈശാഖ്. ഇത് കമ്മ്യൂണിസ്റ്റ് ഈ ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. മഞ്ജു രഞ്ജിമ കൊല്ലരുത്. വീഡിയോ ഇപ്പോഴും കട്ടാവുന്നുണ്ടോ? അജിത് രാജ് ജനറേഷൻ, റംസീന ഓപ്പറേഷൻ, ലേഖ ഓപ്പറേഷൻ, ചീസ് ജനറേഷൻ. ഒരുപാട് റേഷൻ ഉണ്ടല്ലോ അല്ലേ? ക്രിയേഷൻ, തൊയ്ബ്. ഇനി വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ? ഓപ്പറേഷൻ, ജനറേഷൻ, അജിത്ത്, നരേഷൻ, തൊയ്ബ്, ക്രിയേഷൻ അല്ലേ? യേഷൻ അല്ലേ അത്? റേഷൻ അല്ലല്ലോ. ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്, സോറി. ഞാൻ പറഞ്ഞത് എന്റെ നെറ്റിന് ഭയങ്കര ഇഷ്യൂ ആണ്. ആക്ച്വലി റിലേഷൻ, പക്ഷെ അത് റേഷൻ ആണ്. റേഷൻ പ്രിപ്പറേഷൻ. ഓക്കെ, എന്തായാലും ഞാൻ വെച്ചിരുന്ന ഉത്തരം മോഡറേഷൻ ആയിരുന്നു. മിലിറ്ററി ക്യാൻറ്റീനിലെ റേഷൻ. ആ റേഷനുണ്ട് എന്തോ ഒരു കള്ളച്ചിരി. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം മോഡറേഷൻ ആയിരുന്നു. പക്ഷെ അതാരും പറഞ്ഞില്ലെങ്കിലും വേറെ 2 ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അജിത് രാജും റംസീനയും, ഒരാള് ഓപ്പറേഷനും,
ജനറേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് രണ്ടിനും ഓരോരോ പോയിന്റ് എടുക്കാം. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? എന്താ മെസ്സേജുകൾ വരാത്തത്? എന്റെ നെറ്റിന് ഭയങ്കര ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടാ അറിയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളതെന്ത്? റേഷനിൽ കുറച്ച് നെറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കുക. ഇവിടെ നെറ്റ് കിട്ടില്ലെന്നേ. ഞാൻ ഇവിടെ വന്ന സമയത്ത് 4G കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് പേരിന് മാത്രം 4G ഉള്ളത് തോന്നുന്നു. അജിത്തിന്റെ ഇംഗ്ലീഷിൽ ഖം, ലേഖയുടെ ഖം, റംസീനയുടെ ഖം, ജീസിന്റെ ഖ, ഷൈബി ഖ, ഹം, നീനു രഞ്ജിത്തിന്റെ ഖ. അത് ദുഃഖത്തിലെയും സുഖത്തിലെയും ഉള്ള ഖ അല്ല, അത് ഗ ആണ്. ഗ. ഞാൻ പറഞ്ഞില്ല, എന്റെ നാട് തിരുവനന്തപുരം അറിയില്ല. അവിടെ തുഞ്ചമ്പറമ്പിൽ ഈ അക്ഷര ശുദ്ധി മത്സരമൊക്കെ നടക്കാറുണ്ട്. ഉത്തരം കം ആണ്. ലേഖയാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ലേഖയ്ക്ക് പോയിന്റ് എടുക്കുന്നത്. അജിത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണ്ടേ? ഇങ്ങനെയുള്ള ബുദ്ധിപരമായ ചോദ്യം ചോദിക്കും. ആക്ച്വലി ഞാനിങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുസൃതി ചോദ്യങ്ങൾ വന്ന സമയത്തുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. നിങ്ങളൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ ഈ കുട്ടികളും ഫാമിലിയായിട്ട് കൂടുമ്പോൾ അവർ ഇങ്ങനത്തെ കളികൾ കളിക്കും, ഈ ഡം ഷാർട്സ്, കുസൃതി ചോദ്യങ്ങൾ. അപ്പൊ അവർക്ക് ഇതിലൊക്കെ ഭയങ്കര ഉത്തരം പറയാൻ പറ്റും. ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര സ്ലോ ആണ്. നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കാം. ഒന്നാനാം കൊച്ചുതുമ്പി എല്ലാവരും പ്രൈമറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പോൾ റംസീനൊക്കെ മിക്കവാറും പഠിച്ചിട്ടുണ്ടായിരിക്കും. റംസീനാണ് പറഞ്ഞത്, ഞാൻ അന്ന് ജനിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. ഒന്നാനാം കൊച്ചുതുമ്പി ഈ അടുത്ത് റിലീസായ ഒരു സിനിമയിൽ ഒരു സ്റ്റണ്ട് സീൽ കാണിക്കുന്നുണ്ട്. അത് ഏത് സിനിമ? ഒന്നാനാം കൊച്ചുതുമ്പി എന്ന പാട്ട് അല്ലെങ്കിൽ കവിത ഈ അടുത്ത് റിലീസായ ഒരു മലയാളം സിനിമയിൽ ഒരു സ്റ്റണ്ട് സീനിൽ കാണിക്കുന്നുണ്ട്. ആ സിനിമ ഏതാന്ന് പറയാം. ഇത്രയും നാൾ എനിക്ക് ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട്. ഒന്നാനാം കൊച്ചുതുമ്പി എന്ന കവിത ഏത് സിനിമയിലാണ് കാണിക്കുന്നത്? ഈ അടുത്ത് റിലീസായ ഒരു സിനിമയാണ്, ഒരു കൾട്ട് മൂവിയാണ്. ആക്ച്വലി ഞാൻ അത് ഒന്നാനം കൊച്ചുതുമ്പി ആണോ അറിയാൻ വേണ്ടി ആ പാട്ട് 2-3 തവണ കേട്ടു നോക്കിയിരുന്നു. പിന്നെ അത് ആ പ്ലേസ് ചെയ്തത് അങ്ങനത്തെ ഒരു സീനിലായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായില്ല. സിനിമ എല്ലാവരും കാണുന്നില്ലേ? OTT-യിലുള്ള റിലീസായിട്ടുണ്ട് പടം. അഞ്ചക്കള്ള കോക്കാനുള്ളത് 2 തവണ 2 തവണയും കറക്റ്റ് ആണല്ലോ. അഞ്ചക്കള്ള കോക്കാൻ തന്നെയല്ലേ പറഞ്ഞത്. പടം കണ്ടില്ല. തോയിബ് കണ്ടില്ല, ഞാനില്ല. 3 തവണ ആവർത്തിച്ചു. ലേഖ, അഞ്ചക്കള്ള കോക്കാൻ. ഞാൻ ഫിലിം കാണാറില്ല. എംസിന് പിന്നെ എന്താ കാണാറ്? നമ്മുടെ ആളുകളെല്ലാം പോയോ? റീസെന്റ് ആയി പറഞ്ഞത് പെട്ടെന്ന് എല്ലാവരും പറഞ്ഞോട്ടേ ചോദിച്ചു. കോപ്പി റൈറ്റ് അഞ്ചക്കള്ളക്കൊക്കെ. അതെന്താ കോപ്പി റൈറ്റ്? ആവർത്തിച്ചതുകൊണ്ടാണോ? ജീസിന്റെ നെറ്റ് സ്ലോ ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ ജീസിന്റെ ഉത്തരം 3 ആണോ വന്നു? മുടുക്കി. മുടുക്കി തന്നെ. ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ്. ഞാൻ സിനിമയുടെ ചോദ്യം ചോദിച്ചപ്പോൾ നേരത്തെ ഞാൻ പോകാറുന്ന ആളാണ് റംസീന. അഞ്ചക്കൊള്ള കോക്കാൻ ഒരുമിച്ച് എഴുതാനോ? അജിത്ത്. ഉത്തരം ജീസിന്റെ അഞ്ചക്കൊള്ള കോക്കാനാണ്.
ഈ പേരൊക്കെ ടൈപ്പ് ചെയ്യാൻ ഒരു ദിവസം എടുക്കും. എന്നിട്ട് ജീസ് നെറ്റ് സ്ലോ ആയിട്ടുള്ള ആള് 3 തവണ ഉത്തരം പറഞ്ഞു. 2 തവണ മലയാളത്തിലും ടൈപ്പ് ചെയ്തു, 1 തവണ ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്തു. ലേഖ എന്റെ മോൻ പഠിക്കുന്നത് സിനിമാറ്റോഗ്രാഫി. പക്ഷെ ഞാൻ ഫിലിം കാണാറില്ല. എന്ത് നല്ല ഉമ്മ. എന്റെ അമ്മ അത്രയും വലിയ മോനൊക്കെ ഉണ്ടോ? റംസീനെ കണ്ടപ്പോ പറയില്ലല്ലോ. രാവിലെ പോയിട്ട് അവിടെ എത്തിയോന്ന് അറിയില്ല, ഇവിടെ നിന്ന് പോയിട്ട് അവിടെ എത്തിയോന്ന് അറിയില്ല. ഞാൻ അടുത്ത ചോദിക്കാം. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച 2 മലയാള കലാരൂപങ്ങളുണ്ട്. ഒന്ന് കഥകളി, രണ്ടാമത്തേത് ഏതാണ്? യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച 2 കേരളീയ കലാരൂപങ്ങളുണ്ട്. അതിൽ ഒന്ന് കഥകളിയാണ്, രണ്ടാമത്തേത് ഏതാണ്? എന്നാലും എന്റെ ഇംഗ്ലീഷ് സോറി അജിത്. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച 2 കേരളീയ കലാരൂപങ്ങളിൽ ഒന്ന് കഥകളിയാണ്, രണ്ടാമത്തേത് ഏതാണ്? അജിത്ത് തെയ്യം, നീതു കൂടിയാട്ടം, ജീസ് കൈതരൻ കൂടിയാട്ടം, തൊയ്ബ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി ഒറീസയുടെ എങ്ങാനുമല്ലേ? ഈശ്വര കൃത്യനിഷ്ഠമായ ജീവിതമായതുകൊണ്ട് പ്രായം തോന്നുന്നില്ല. ഞാൻ പൊക്കി പറഞ്ഞല്ലേ, ഒരു ചായ വാങ്ങി തരട്ടാ റംസീന. അജിത്ത് കൂടിയാട്ടം, പവിത്ര മോഹിനിയാട്ടം. ലേഖ കൂടിയാട്ടം, കൂടിയാട്ടമാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞ നീതു. പവിത്ര മോഹിനിയാട്ടം, അജിത്ത്, ജീസ് എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നസ്രത്ത്, പവിത്ര. ആക്ച്വലി സമയം ഒരുപാട് വൈകി, നെറ്റ് ചെയ്തുകൊണ്ട് ഒരു 2-3 ചോദ്യങ്ങളും കൂടി വെച്ച് നിർത്താല്ലേ? ഒരു കണക്കിലെ ചോദ്യം ചോദിക്കാം. കണക്കിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം കണക്കാണ്. 5 പേര് 5 മണിക്കൂർ വീതം 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി. ഹലോ. 5 പേര് 5 മണിക്കൂർ വീതം 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി. 10 പേരാക്കിയിട്ടുണ്ടെങ്കിൽ പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കും? അഞ്ച് പേര് 5 ദിവസം 5 മണിക്കൂർ വീതം ചെയ്ത് പൂർത്തിയാക്കുന്ന ഒരു ജോലി 10 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും തീരാൻ? എത്ര ദിവസം എടുക്കും തീരാൻ? 5 പേര് 5 മണിക്കൂർ വീതം 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 10 പേരായിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും?
കറക്റ്റ് കണക്കാക്കി. സത്യത്തിന്റെ മുഖങ്ങൾ വളരെ വികൃതമാണ്. ഈശ്വര, കൃത്യനിഷ്ഠയായ ജീവിതം. കൃത്യനിഷ്ഠയായ ജീവിതം ഉണ്ടെങ്കിൽ വികൃതമാവണ്ടല്ലോ, സൗന്ദര്യമുള്ളതായി മാറണ്ടേ? ചോദ്യം കേട്ടില്ലേ? 5 പേര് 5 ദിവസം കൊണ്ട് 5 മണിക്കൂർ വീതം ജോലി ചെയ്ത് പൂർത്തിയാക്കുന്നത് 10 പേരാണെങ്കിൽ തീരാൻ എത്ര ദിവസം എടുക്കും? 5 പേര് 5 ദിവസം 5 മണിക്കൂർ.